ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഒഡീസി. ഇത് നമ്മുടെ പെറ്റ് സാറ കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സാറേനെ. കാരണം ഷീ സോ പ്ലേഫുൾ ആൻഡ് അത്രയ്ക്ക് ലവിങ് ആണ്. ഭയങ്കര പാവമായിട്ടുള്ളൊരു ക്യാറ്റ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഞാനിവിടെ ഒരു ചോക്ലേറ്റ് കാണിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അസർബൈജാനിൽ പോയ സമയത്ത് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തതിനിടെ കണ്ട ജസ്റ്റ് ഒരു ചോക്ലേറ്റ് ആണ്. റാസ്ബെറി ഫില്ലിങ്സ് അകത്ത് വന്നിട്ട് പുറത്ത് ചോക്ലേറ്റ് കോട്ടഡ് ആയിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ആൻഡ് സാറ ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാണ്. സാറയ്ക്ക് ആക്ച്വലി ചോക്ലേറ്റ് കഴിച്ചുകൂടാ. നിങ്ങൾക്കറിയാമല്ലോ, ക്യാറ്റ്സിനും ഡോഗ്സിനും ഒന്നും നമ്മൾ ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല. ഇറ്റ്സ് വെരി പോയ്സണസ്. ആൻഡ് അതൊക്കെ അവരുടെ അടുത്തുനിന്ന് മാറ്റി വെക്കാനേ പറ്റുള്ളൂ. പക്ഷേ അവരെപ്പോഴും നമ്മൾ കീപ് കമ്മിങ് എന്ന് പറയുന്ന പോലെ വന്നുകൊണ്ടേ ഇരിക്കും. ഇതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ സാർ ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാണ്. കമ്മിങ് ടു ദ പോയിൻറ്റ്, ഇന്ന് കാണിക്കുന്നത് എങ്ങനെ നമുക്ക് ത്രൂ ഔട്ട് ദ ഡേ അടിപൊളിയായിട്ട് സ്മെൽ ചെയ്യാമെന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴോ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ ആൾക്കാരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ യു സ്മെൽ സോ ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കിട്ടുന്നൊരു കോംപ്ലിമെൻറ്റ് അത് വേറെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യുമെന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ലെയറിങ് മെത്തേഡ് കണ്ടാലോ. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ അടിപൊളിയായിട്ട് ഒരു ഹെവൻലി സ്മെല്ല് തരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹവായിയൻ റൂംബ എന്ന് പറയുന്ന ഒരു ബോഡി ഓയിലാണ്. പ്ലംസിൻ്റെ ആണിത്. ആൻഡ് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് അടിപൊളിയാണ്. ആൻഡ് ഒരുപാട് നേരം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഒരുപാട് നേരം ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ചില ആൾക്കാരുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ടു ദ ക്ലൈമറ്റ് അതൊക്കെ വരും. ആൻഡ് ദെൻ നമ്മൾ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബോഡി ലോഷൻ എടുക്കുക. ഇവിടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഒരു ഗിങ്കം എന്ന് പറഞ്ഞൊരു ബോഡി ലോഷനാണ് എടുത്തത്. അത്യാവശ്യം നല്ലൊരു സ്മെല്ലുള്ള ഒരു ബോഡി ലോഷനാണ്. ബോഡി ലോഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ലൊരു ക്വാളിറ്റിയും എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ക്വാളിറ്റി കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലും അതേപോലെ തന്നെ അത് ലോങ് ലാസ്റ്റ് ചെയ്ത് പൊക്കോളും. നമ്മളൊരു ചീപ്പ് ക്വാളിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര നേരം ഒന്നും നിൽക്കില്ല. അത് മാത്രമല്ല സ്കിന്നിനും അത്ര കുറച്ച് കേടായിട്ടുള്ള സംഭവമാണത്. സോ നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു ബോഡി മിസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് ബോഡി മിസ്റ്റ് വേണമെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഏതെങ്കിലും ഒരു ബോഡി മിസ്റ്റ് എടുക്കാം. നല്ല ഫ്രാഗ്രൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തേർഡ് മെത്തേഡായിട്ട് അതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആൾക്കാർ നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പെർഫ്യൂം ഓയിൽ. അതായത് ഏറ്റവും ലാസ്റ്റ് ലെയർ ചെയ്യേണ്ട സംഭവമാണ് പെർഫ്യൂം ഓയിൽ. പെർഫ്യൂം ഓയിലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഊത് കൈൻഡ് ഓഫ് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഊതിൻ്റെത്. അത് നല്ല പെർഫ്യൂം ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പെർഫ്യൂം ഓയിൽ എടുക്കാൻ കാരണം ഇനി ലെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു പെർഫ്യൂം ഓയിൽ എടുക്കുക. അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അത്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം. നമ്മൾ പെർഫ്യൂമും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ബോഡി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ചീപ്പ് ക്വാളിറ്റി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അത്യാവശ്യം ഒരു മീഡിയം ടു എബോവ് റേഞ്ചിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സും സെക്കൻഡ് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതൊന്നും വാങ്ങി യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇറ്റ്സ് നോട്ട് ഗുഡ്. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് വാങ്ങും, പക്ഷേ ഒരു കാര്യമില്ല. നമ്മൾ വിചാരിച്ചത്ര റിസൾട്ടും കിട്ടില്ല. ആൻഡ് ആ ഒരു പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ ഒരു ലെയറിങ് മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു പെർഫ്യൂം മാത്രം അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. ആൻഡ് ഇതെന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഒരു ലിപ് ടിൻറ്റ് ലിപ് ഗ്ലോസ് ആണ്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. അടിപൊളി സംഭവം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ജസ്റ്റ് പുറത്തെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ലിപ്സൊക്കെ ഒന്ന് ഡ്രൈ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിച്ചത്. ഞാൻ അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതായത് ലെയറിങ് മെത്തേഡായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 2 പെർഫ്യൂം ഓയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. യു ക്യാൻ യൂസ് 1 or 2 മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരും കാണാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.